Good morning. Good morning, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലേ തുടങ്ങിയത്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് അല്ലേ സ്റ്റാർട്ട് ചെയ്തത്? എവിടെ വരെയാ എടുത്തത് കഴിഞ്ഞ ക്ലാസ്സില്? ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ എടുത്തുള്ളൂ? ഇൻട്രൊഡക്ഷൻ പോലെയുള്ള ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ എടുത്തത് നമ്മള്? പിന്നെ ഡെഫിനിഷൻ പറയണം അല്ലെ? ഓക്കെ ശരി. ഓക്കെ, അപ്പൊ സെക്കൻഡ് പാരഗ്രാഫ് ആണ്, അതായത് നമ്മുടെ ഡിസാസ്റ്ററിന്റെ ഡെഫിനിഷൻസ് ആണ് പറയുന്നത് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഡിസാസ്റ്ററിനെ കുറിച്ച്. The World Health Organization defines disaster as any occurrence that causes damage, disruption, loss of human life, deterioration of health and health services on a scale sufficient to warrant an extraordinary response from outside the affected community or area. ഇപ്പൊ ഇവിടെ ഡിസാസ്റ്റർ എന്നതിന്റെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന കുറെ കാരണങ്ങളുണ്ട് അല്ലെ? ഡാമേജ്, ഡിസ്റപ്ഷൻ, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, അപ്പൊ ഇങ്ങനെയുള്ള എല്ലാത്തിനും കാരണമാകും. ഈ പറയുന്ന കാരണങ്ങൾക്കൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണമാകുന്ന ഏതൊരു സംഭവത്തെയും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസാസ്റ്റർ എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്താ പറയുന്നത്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WHO ഡിഫൈൻസ് ഡിസാസ്റ്റർ ആസ് എനി ഒക്കറൻസ്, ഏതൊരു സംഭവമാവാം. എന്തിനൊക്കെ കാരണമാകുന്ന സംഭവങ്ങളാണ്? ഒരു ഡാമേജ്, എന്തെങ്കിലും ഒരു ഡാമേജ് അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന സംഭവമാവാം. അല്ലെങ്കിൽ ഡിസ്റപ്ഷൻ, എന്നാൽ ഡിസ്റപ്ഷൻ എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായിട്ടുള്ള തടസ്സങ്ങളാവാം, അല്ലെങ്കിൽ വിഘ്നങ്ങൾ സംഭവിക്കുന്നതാവാം അല്ലെ? ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ് അല്ലെ? മനുഷ്യജീവന്റെ നഷ്ടം അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ മനുഷ്യജീവന്റെ നഷ്ടം സംഭവിക്കുക. അപ്പൊ അതുപോലെ തന്നെ ഡിറ്റീരിയറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ്, ആരോഗ്യവും ആരോഗ്യ സേവനങ്ങളുടെയും തകർച്ച ഓൺ എ സ്കെയിൽ സഫിഷ്യന്റ് ടു വാറന്റ് ആൻ extraordinary response from outside the affected community or area. അത് ബാധിച്ച ആ ഒരു സമൂഹത്തെയോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയോ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെ? ഡിസാസ്റ്ററിന്റെ മീനിങ് പറയുമോ? എന്താണ് ചോദിച്ചത്? ഡിസാസ്റ്റർ മലയാളമാണോ ചോദിക്കുന്നേ? ദുരന്തം അതാണോ ചോദിച്ചത്? ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ദുരന്തത്തിന്റെ ഡെഫിനിഷൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തം എന്നത് എനി ഒക്യുറൻസ് ദാറ്റ് കോസസ്, ഏതൊരു സംഭവമാവാം. എന്തിനൊക്കെ കാരണമാകുന്ന സംഭവങ്ങളാണ്? ഡാമേജ് അല്ലെ? എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതാവാം. എന്താണ്? ഡിസ്ട്രപ്ഷൻ, എന്തെങ്കിലും പാരിസ്ഥിതികമായിട്ടുള്ള കുറേയധികം വിഘ്നങ്ങളോ അല്ലെങ്കിൽ തടസ്സങ്ങളോ സൃഷ്ടിക്കുന്നവയാവാം. ഓർ ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യന്റെ ജീവന് നഷ്ടം സംഭവിക്കുന്നതാവാം. ആൻഡ് ഡിറ്റീരിയറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ്, ആരോഗ്യ സേവനങ്ങളുടെയും ആരോഗ്യത്തിന്റെയും ആ ഒരു എന്താണ് ഡിറ്റീരിയറേഷൻ അല്ലെങ്കിൽ ആ ഒരു തകർച്ച സംഭവിക്കുന്നതാവാം. ഓൺ എ സ്കെയിൽ സഫിഷ്യന്റ് ടു വാറന്റ് ആൻ extraordinary response from outside the affected community or area. അത് ബാധിച്ച ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു സമൂഹത്തിൽ നിന്നും സമൂഹത്തിന് വേണ്ടിയിട്ട് പുറത്തു നിന്നുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം കിട്ടുക എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു സംഭവം, എന്തെങ്കിലും ഒരു സംഭവം നടന്നു വിചാരിക്കുക. എന്തെങ്കിലും ഇപ്പൊ ആ ഒരു വയനാട് ദുരന്തം നടന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അവിടെ ആ ഒരു അഫക്റ്റഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അഫക്റ്റഡ് ഏരിയയില് നമുക്ക് അവിടെ എന്താണ് ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? ഒത്തിരി നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തില് അവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾക്കോ അല്ലെങ്കിൽ അവിടെയുള്ള റിസോഴ്സുകളോ മതിയാവോ ആ ഒരു കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്ത് പോവാനായിട്ട്?
മതിയാവില്ല, സ്വാഭാവികമായിട്ടും മതിയാവില്ല അല്ലെ? കാരണം അതിനനുസരിച്ച് ഒരു ലോക്കൽ ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ സമീപിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവനക്കാർ, വിഭവങ്ങൾ, റിസോഴ്സുകൾ ഉണ്ടാവില്ല, അതിനനുസരിച്ചുള്ള ജീവനക്കാരുണ്ടാവില്ല, മെഡിസിൻ സപ്ലൈസ് ഉണ്ടാവില്ല, സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ഈ പറയുന്ന കമ്മ്യൂണിറ്റി, അത് ബാധിച്ച കമ്മ്യൂണിറ്റിയെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ബാഹ്യമായിട്ടുള്ള, ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ആവശ്യമായിട്ട് വരും അല്ലെ? സപ്പോർട്ട് ആവശ്യമായിട്ട് വരാറുണ്ടോ? ഇല്ലേ? സപ്പോർട്ട് ആവശ്യമുള്ള ഒരു സഹായം നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട് അല്ലെ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ സഹായമായിട്ട് നമ്മുടെ ആ ഒരു ഇത് കണ്ടപ്പോ എന്തൊരു ദുരന്തം ആയിക്കോട്ടെ, നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ ഓഫീസ് ഇരിക്കുന്ന എവിടെയാണെന്ന് അറിയാലോ, നോർത്ത് പറവൂരാണ്. അപ്പൊ അവിടെ എങ്ങനെയാണ് ഫ്ലഡ് ഒക്കെ ആയിരുന്നു വന്നിരുന്നത്, കേട്ടിട്ടുണ്ടോ? വെള്ളപ്പൊക്കം വന്നായിരുന്നു, ഞങ്ങൾ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം വന്നായിരുന്നു. അപ്പൊ ആ സമയത്ത് ഈ പറയുന്ന പോലെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അതിനിടയിൽ മരണപ്പെട്ട ആളുകൾ ഒരുപാട് വീടുകൾ നശിച്ചു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വന്ന സമയത്ത് നമുക്ക് നമ്മുടെ റിസോഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള റിസോഴ്സുകളോ കാര്യങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് നമുക്ക്, കാരണം എന്താ, അന്നേരം നമുക്ക് ഇലക്ട്രിസിറ്റി ഇല്ല, വാട്ടർ സപ്ലൈ ഇല്ല, അതൊക്കെ അന്നേരം എന്ത് ചെയ്തു, പോയി. അന്നേരം അതൊന്നും നമുക്ക് ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ആ ഒരു അവസ്ഥയില് അതുപോലെ തന്നെ ഒത്തിരി പേര് അവരുടെ വീടുകളിൽ നിന്ന് മാറി പലയിടങ്ങളിലായിട്ട് താമസിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ? അല്ലാതെ ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് അവിടെ തന്നെ നിൽക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യർ, അപ്പൊ സ്വാഭാവികമായിട്ട് ഒരുപാട് പേര് മാനസികമായിട്ടും അതുപോലെ ആൻസൈറ്റി, ഡിപ്രഷൻ ഒക്കെ വന്ന ഒരുപാട് പേർക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ട്. കാരണം സ്വന്തം നമ്മൾ ഇത്രയും നാളും അധ്വാനിച്ചുണ്ടാക്കിയ വീടും കാര്യങ്ങളും ഒക്കെ പോകുന്നു പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോരുത്തർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയപ്പോ നമുക്കൊരു ലോക്കൽ സപ്പോർട്ടിന്, ലോക്കൽ ആയിട്ടുള്ള റിസോഴ്സുകൾ മതിയാവുന്നില്ല ഈ പറയുന്ന അവസ്ഥകളെയൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എക്സ്റ്റേണൽ ആയിട്ടുള്ള സഹായങ്ങൾ കിട്ടിയായിരുന്നു. ഒരുപാട് ഓർഗനൈസേഷൻസ് മുന്നോട്ട് വന്ന്, ഇപ്പൊ വീടൊക്കെ പോയവരാണെങ്കിൽ അതൊക്കെ നന്നാക്കി തരാൻ വേണ്ടി ഒരുപാട് പേര് മുന്നോട്ട് വന്നു. ഒരുപാട് ഓർഗനൈസേഷൻസ് വന്നു, ഗവൺമെന്റിന്റെ ഒരുപാട് ഫണ്ടുകൾ കിട്ടി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അവിടെയുള്ള എറണാകുളം ജില്ലയിലുള്ളവർക്കൊക്കെ അറിയാം, കോട്ടയം ഇടുക്കി ജില്ല ആ ഭാഗത്തുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും അല്ലെ? നിങ്ങൾക്ക് നമുക്ക് ഗവൺമെന്റിന്റെ ഫണ്ടുകൾ കിട്ടി ഇല്ലേ? ഇതൊക്കെ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് അല്ലേ നമുക്ക് കിട്ടുന്നത്? അതുപോലെ ആ സമയത്ത് നമുക്ക് ഫുഡ്, ഷെൽട്ടർ, സാനിറ്റേഷൻ, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള നീഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്തു തരാറുണ്ട്. അങ്ങനെയുള്ള ഇപ്പൊ മരുന്നുകളായിക്കോട്ടെ, മെഡിസിൻസ് ആയിക്കോട്ടെ, ഇപ്പൊ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാവുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ, മെഡിസിൻസ്, ഇതൊക്കെ പല ഓർഗനൈസേഷൻസും ഗവൺമെന്റും ആ ഒരു അഫക്റ്റഡ് ഏരിയയെ, അല്ലെങ്കിൽ ആ ഒരു അഫക്റ്റഡ് കമ്മ്യൂണിറ്റിയെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ്, അല്ലെങ്കിൽ ഒരു പ്രതികരണമാണ് അവിടേക്ക് നൽകുന്നത് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുള്ള അവരുടെ ആരോഗ്യത്തെയും അല്ലെങ്കിൽ ആരോഗ്യ സേവനങ്ങൾക്കും ഒരു തകർച്ച സംഭവിച്ചപ്പോഴാണ് ഈ പറയുന്ന രീതിയിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പ്രതികരണം നമുക്ക് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംഭവമാവാം, അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവമാവാം, അല്ലെങ്കിൽ മനുഷ്യജീവൻ നഷ്ടമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവമാവാം, അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സങ്ങളോ വിഘ്നങ്ങളോ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ആവാം, അല്ലെങ്കിൽ ഡാമേജ് അല്ലെ, എന്തെങ്കിലും നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളതാവാം. ഇങ്ങനെയുള്ളതെല്ലാം സംഭവിച്ചിട്ടുള്ള ഏതൊരു ഒക്യൂറൻസ്, അല്ലെങ്കിൽ ഏതൊരു സംഭവം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നിട്ടുള്ള ഏതൊരു സംഭവത്തെയും നമുക്ക് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്താണെന്നാ പറയുന്നത്? ഡിസാസ്റ്റർ ആണെന്നാ പറയുന്നത്. ക്ലിയർ ആയോ? മിസ് പറഞ്ഞ എന്താണെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു എന്താണ് കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് പറയുമ്പോഴല്ലേ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ അപ്പൊ ഈ ഒരു ഡിസാസ്റ്റർ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദുരന്തം എന്ന് എന്തിനെയാണ് നിർവചിക്കുന്നത്? ആസ് എനി ഒക്യുറൻസ്, ഏതൊരു സംഭവവും, എന്തൊക്കെ ഈ പറയുന്ന താഴെ പറയുന്ന ഈ 4 പോയിന്റുകൾ, അതിന് 4നും കാരണമാകുന്ന ഏതൊരു സംഭവത്തെയും എന്തെന്ന് വിളിക്കാം? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നേ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തം എന്ന് വിളിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമത്തത് ഡാമേജ് സംഭവിക്കുന്നു, രണ്ടാമത്തത് ഡിസ്ട്രപ്ഷൻ അല്ലെങ്കിൽ പാരിസ്ഥിതികമായിട്ടുള്ള പലതരത്തിലുള്ള വിഘ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ സംഭവിക്കുന്നു, ലോസ് ഓഫ് ഹ്യൂമൻ ലൈഫ്, മനുഷ്യന്റെ നഷ്ടം സംഭവിക്കുന്നു അല്ലെ, ഒത്തിരി മരണങ്ങൾ സംഭവിക്കാറുണ്ട് അല്ലെ, ആൻഡ് ഡിറ്റീരിയറേഷൻ ഓഫ് ഹെൽത്ത് ആൻഡ് ഹെൽത്ത് സർവീസസ്, ആരോഗ്യവും ആരോഗ്യപരമായിട്ടുള്ള സേവനങ്ങളുടെയും തകർച്ച സംഭവിക്കുന്നു. അപ്പൊ അവർ അഫക്റ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിക്ക് എല്ലാ ഒരു ഏരിയയിലേക്കും ഒരു എക്സ്ട്രാ ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണം മറ്റുള്ളവരിൽ നിന്നും ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം. പിന്നെ ഇതിനൊക്കെ കാരണമാകുന്ന ഏതൊരു സംഭവത്തെയും എന്തെന്ന് വിളിക്കാം? ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തം എന്ന് വിളിക്കാം. വേഗം ഒന്ന് വായിച്ചു നോക്കിയ ആ ഒരു ഡെഫിനിഷൻസ്.
ക്ലിയർ ആണെങ്കിൽ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. ഇനി റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അതും പറയാം. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അടുത്തത് ഡിസാസ്റ്റേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. എക്സ്റ്റേണൽ ഡിസാസ്റ്ററും ഇന്റേണൽ ഡിസാസ്റ്ററും. അപ്പൊ നിങ്ങൾ ഇതിൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് എക്സ്റ്റേണലും ഇന്റേണലും തമ്മിൽ വേർതിരിക്കാൻ പറ്റുന്ന ഒരു എളുപ്പം എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്ന ബാഹ്യമായിട്ടുള്ള ദുരന്തങ്ങൾ. അതായത് ഇപ്പൊ ഒരു ഫെസിലിറ്റിക്ക് ഉള്ളിൽ നിന്ന് ചെയ്യാത്തത്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ എടുക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിനുള്ളിൽ സംഭവിക്കാതെ ഇത് പുറത്ത് നടക്കുന്ന സംഭവങ്ങളെയാണ്. ഇപ്പൊ നമുക്ക് പറയുമ്പോൾ മനസ്സിലാവും. ഒരു ട്രെയിൻ ആക്സിഡന്റ്, ബോട്ട് ആക്സിഡന്റ്, ഇതൊക്കെ നമ്മുടെ ഒരു ഫെസിലിറ്റി ഉള്ളിലല്ലാതെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളല്ലേ, അല്ലെ? അപ്പൊ അതൊക്കെയാണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ വരുന്നവയാണ്. അപ്പൊ ഇതൊന്ന് ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇൻക്ലൂഡഡ് ആയത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന രീതിയിൽ ഇന്റേണൽ ഡിസാസ്റ്ററും എക്സ്റ്റേണൽ ഡിസാസ്റ്ററും ചോദിക്കാറുണ്ട് കേട്ടോ. രണ്ട് ടൈപ്പ് ഉണ്ടെന്നും പഠിച്ചു വെച്ചേക്കാം. ഇന്റേണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ടെന്നും പഠിച്ചു വെച്ചേക്കാം കേട്ടോ. അതിൽ എക്സാമ്പിളുകളും ചോദിക്കാറുള്ളത് കൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പൊ എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ ഏതൊക്കെ വരാം? നമുക്ക് ഒരുപാട് എക്സാമ്പിളുകൾ പറയാം അല്ലെ. ട്രെയിൻ ആക്സിഡന്റ്, ട്രെയിൻ ദുരന്തങ്ങൾ പറയാം, ബോട്ട് അപകടങ്ങൾ പറയാം, കോംപ്ലക്സ് ഓട്ടോമൊബൈൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള വാഹനാപകടങ്ങൾ പറയാം, എക്സ്പ്ലോഷൻ, എന്താണ് എക്സ്പ്ലോഷൻ, സ്ഫോടനങ്ങൾ പറയാം, ഫ്ലഡ് അല്ലെ, വെള്ളപ്പൊക്കം പറയാം, എയറോപ്ലെയിൻ ആക്സിഡന്റ്സ് അല്ലെ, വിമാനാപകടങ്ങൾ പറയാം, ടൊർണാഡോ, എന്താണ് ടൊർണാഡോ? ചുഴലിക്കാറ്റ് അല്ലെ, സുനാമി, അതുപോലെ എർത്ത് ക്വേക്സ് അല്ലെങ്കിൽ ഭൂകമ്പങ്ങള്, മാൻമെയ്ഡ് ഡിസാസ്റ്റർ ലൈക്ക് റയോട്സ്, എന്താ മനുഷ്യനിർമ്മിതമായിട്ടുള്ള കലാപങ്ങൾ. ഇതെല്ലാം എക്സ്റ്റേണൽ ഡിസാസ്റ്ററിൽ വരുന്നവയാണ്. ജസ്റ്റ് നിങ്ങൾ അതിന് എക്സാമ്പിളുകൾ പോലെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഇതിൽ ഇൻക്ലൂഡഡ് ആയത് ഇൻക്ലൂഡഡ് അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റണം. അപ്പൊ അതിനനുസരിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ പറ്റില്ലേ? എക്സ്റ്റേണൽ ഡിസാസ്റ്റർ റയോട്സ് പറഞ്ഞു കഴിഞ്ഞാൽ കലാപമാണ് കേട്ടോ. മനുഷ്യനിർമ്മിതമായിട്ടുള്ള പലതരത്തിലുള്ള കലാപങ്ങൾ വരാറല്ലേ, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അടുത്തതാണ് ഇന്റേണൽ ഡിസാസ്റ്റർ. ഇപ്പൊ ഇന്റേണൽ ഡിസാസ്റ്റർ ഒരു ബോംബ് ത്രെറ്റ് ആവാം, ഫയർ. ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ഇപ്പൊ അടുത്ത നാള് നമ്മൾ കേട്ടായിരുന്നല്ലോ, പുറത്ത് വിദേശത്ത് എവിടെയോ എന്താണ് ഫയർ ഉണ്ടായത് ഇല്ലേ, ബിൽഡിങ് കത്തിപ്പോയതൊക്കെ അറിഞ്ഞില്ല, നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചില്ലേ? തീപിടുത്തം ഉണ്ടായത് ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വഴി. ആരും കണ്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഫയർ വരുന്നത്. അതുപോലെ മെഡിക്കൽ ഗ്യാസ് ലീക്ക് അല്ലെ, മെഡിക്കൽ ഗ്യാസ് ലീക്ക് ഒക്കെ വരുന്നത് അല്ലെ, മെഡിക്കൽ ഗ്യാസിന്റെ ചോർച്ച, ഇങ്ങനെയുള്ളതൊക്കെ ഇന്റേണൽ ഡിസാസ്റ്റേഴ്സിൽ വരുന്നത്. അപ്പൊ അത് മൂന്നെണ്ണം ഇന്റേണൽ ഡിസാസ്റ്ററിന് എക്സാമ്പിൾ ആയിട്ട് കോഴിക്കോടുണ്ട് അല്ലോ. അപ്പൊ നോക്കിയപ്പോ ഈ മൂന്നെണ്ണമോ നമ്മുടെ കോഴിക്കോട് ഉണ്ടായിരുന്നു. ശരിയാണ് കേട്ടോ. മെഡിക്കൽ കോളേജിന്റെ കാര്യമല്ലേ പറഞ്ഞേ ഹബീബ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇന്റേണൽ ഡിസാസ്റ്ററും എക്സ്റ്റേണൽ ഡിസാസ്റ്ററും തമ്മിലൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മനസ്സിലാക്കി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ ചോദിച്ചാലും എഴുതാനായിട്ട് പറ്റും അല്ലെ. ഇത് എന്നതാണെന്ന് ചൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്റേണൽ ഡിസാസ്റ്റർ ഏതെങ്കിലും ഒരെണ്ണം വ്യക്തമായിട്ട് പഠിച്ചാൽ അടുത്തത് അറിയാൻ പറ്റും കേട്ടോ. രണ്ടും കൂടി പഠിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വ്യക്തമായിട്ട് പഠിക്കാം. അപ്പൊ അടുത്തത് എന്തായാലും നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അതല്ലാതെ അറിയാൻ പറ്റുമല്ലോ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇന്റേണൽ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എനിക്ക് പറയണോ? ക്ലിയർ ആണോ? ഓട്ടോമൊബൈൽ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള വാഹനാപകടങ്ങൾ, സങ്കീർണമായിട്ടുള്ള വാഹനാപകടങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് മേജർ ഡിസാസ്റ്റേഴ്സ് ആണ്. ഒരു കുറച്ച് എല്ലാം പഠിച്ചിട്ടൊന്നുമില്ല, നമുക്ക് എല്ലാ ഡിസാസ്റ്റേഴ്സും പഠിക്കാനൊന്നും പറ്റില്ല. കുറച്ച് മേജർ ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണ്. ഒന്നാമത്തേതാണ് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി കേട്ടിട്ടുണ്ടോ?
കേട്ടിട്ടില്ലേ? മുൻപ് സ്കൂളിലൊക്കെ പഠിച്ചതാണല്ലോ, ഹിസ്റ്ററിയിലൊക്കെ പഠിച്ച സമയത്ത് പഠിച്ചിട്ടില്ലേ? കേട്ടിട്ടെങ്കിലും ഉണ്ടാവുമല്ലോ. PSC ഒക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഭോപ്പാൽ ദുരന്തം അല്ലെ, ഭോപ്പാൽ ദുരന്തം അഫക്റ്റഡ് 2 lakh people, 2 ലക്ഷത്തോളം ആളുകളെയാണ് ഇത് ബാധിച്ചത്. 3000 ആളുകൾ എന്ത് ചെയ്തു? മരണപ്പെട്ടിട്ടുണ്ട്. 3000-ൽ കൂടുതൽ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ കേട്ടോ. ഒരു 3000-ഓളം പേരുകൾ എന്ന് പറയുന്നുള്ളൂ, അതിലും കൂടുതലൊക്കെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭോപ്പാൽ ദുരന്തം ഒരു വലിയ വ്യാവസായിക ദുരന്തമായിരുന്നു. നമ്മുടെ ഭോപ്പാലിൽ നടന്ന വലിയൊരു വ്യാവസായിക ദുരന്തം 1984-ലാണ് നടന്നത്. അപ്പൊ അത് വലിയൊരു ഇതാണ്. അത് മുഴുവൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓരോന്നും നമ്മൾ പറയേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുപോലെ സൈക്ലോൺ ഇൻ ആന്ധ്രാപ്രദേശ് and Orissa at interval of every 2 years claimed to 25,000 lives. ഇനി എന്താ സൈക്ലോൺ ആന്ധ്രാപ്രദേശിലും ഒറീസയിലും നടന്നിട്ടുള്ള സൈക്ലോൺ എന്താ? ചുഴലിക്കാറ്റുകൾ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സൈക്ലോൺ ചുഴലിക്കാറ്റുകളൊക്കെ എന്ത് ചെയ്യാണ്? ഓരോ 2 വർഷം കൂടുമ്പോഴും ഇന്റർവെല്ലിൽ അല്ലെങ്കിൽ ഇടവേളകളിൽ അവിടെ വീശുന്ന ഈ ഒരു സൈക്ലോണിന്റെ ഫലമായിട്ട് 25,000 ജീവിതങ്ങൾ അല്ലെങ്കിൽ ജീവനുകൾ നഷ്ടമാവാറുണ്ട്. Then earthquake in Latur in Maharashtra 1993. അതൊക്കെ ഇച്ചിരി വലിയ രീതിയിലുള്ളതായത് കൊണ്ടാണ് കേട്ടോ. അതൊരു മേജർ ഡിസാസ്റ്റർ എന്ന രീതിയിൽ നമുക്കിവിടെ എക്സാമ്പിൾ പോലെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് ഡിസാസ്റ്റർ എന്നുള്ളതൊന്ന് കണക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതാണ്. Earthquake in Latur in Maharashtra 1993 അവിടെ ഉണ്ടായിട്ടുള്ള ഭൂകമ്പം. അതുപോലെ തന്നെ സുനാമി അല്ലെ. സുനാമി നമുക്കറിയാലോ. അത് നിങ്ങൾക്ക് കേൾക്കാത്തവരുണ്ടോ? സുനാമി കേൾക്കാത്തവരുണ്ടോ? നമ്മുടെ സദേൺ ഇന്ത്യൻ കോസ്റ്റ് ലൈനിൽ അല്ലെ 26 ഡിസംബർ 2004 സുനാമി വരുന്നത് അല്ലെ. 1273 ആളുകൾ മരണപ്പെട്ടു. 2,39,000 ആളുകൾ എന്ത് ചെയ്തു? നമുക്ക് വീടുകൾ നഷ്ടമായി. 27 ലക്ഷത്തോളം ആളുകളെ അത് ബാധിക്കുകയുണ്ടായി. മാറ്റി പാർപ്പിച്ചു അല്ലെ. അതൊക്കെ നമ്മളെ ചെറുതായിരുന്നപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലെ. 2004 അധികം വർഷമൊന്നും നമ്മൾ കുറേ അധികം വർഷമൊന്നും നമ്മൾ പിന്നോട്ട് പോയിട്ടില്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെ ഇച്ചിരി വലിയ രീതിയിലുള്ളതായിരുന്നില്ലേ. അപ്പൊ അത് മേജർ ഡിസാസ്റ്റേഴ്സ് ആയതുകൊണ്ട് എക്സാമ്പിളുകൾ പോലെ പറഞ്ഞിരിക്കുന്നത് മാത്രം കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് ഡിസാസ്റ്റർ പാരഡൈം. ഡിസാസ്റ്റർ പാരഡൈം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓരോന്നും ആ ഡിസാസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു ദുരന്തം എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ ഓരോ വേർഡും എങ്ങനെയാണ്, എന്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ഡി എന്തിനെ വേണ്ടി സൂചിപ്പിക്കുന്നു, ഐ എന്തിനെ സൂചിപ്പിക്കുന്നു, എസ് എന്തിനെ സൂചിപ്പിക്കുന്നു, അങ്ങനെ. അപ്പൊ നോക്കിയതില് ഡിസാസ്റ്ററില് ഡി എന്ന് പറയുന്നത് എന്താ? ഡിറ്റക്ഷൻ. എന്തിനാ ഡിറ്റക്ഷൻ? കണ്ടെത്തൽ അല്ലെ. ഡിറ്റക്ഷൻ കണ്ടെത്തുക. ഐ ഇൻസിഡന്റ് കമാൻഡ്, അതായത് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് ആണ് അവർ ഉദ്ദേശിക്കുന്നത് ഇൻസിഡന്റ് കമാൻഡ് എന്ന് പറയുന്നത്. എസ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. എ അസസ് ഹസാർഡ്, അപകടങ്ങളെ വിലയിരുത്തുക. എസ് സപ്പോർട്ട് കൊടുക്കുക. ടി ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റ്. ട്രയേജ് ഒക്കെ ഓൾറെഡി പഠിച്ചതായിരിക്കുമല്ലോ. പഠിച്ചിട്ടില്ലേ ട്രയേജ്? ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചില്ലായിരുന്നോ ട്രയേജ്? ഓക്കെ. ട്രീറ്റ്മെന്റ്. ഈ എന്ന് പറയുന്നത് ഇവാക്യുവേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒഴിപ്പിക്കല്. നമുക്കറിയാം ആ ഒരു ഏരിയയിൽ നിന്ന് അവർ ഒഴിപ്പിക്കാറില്ലേ? ആ ഒരു ഡിസാസ്റ്റർ നടന്ന ഏരിയയിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് ഒഴിപ്പിച്ച് മാറ്റി താമസിപ്പിക്കാറില്ലേ? അത്. പിന്നെ ലാസ്റ്റ് വരുന്നത് റിക്കവറി, അല്ലെങ്കിൽ അവരെ അതിൽ ആ ഒരു ഡിസാസ്റ്ററിൽ നിന്നും വീണ്ടെടുക്കുക. ഇതെല്ലാം ആ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നതിന്റെ ഒരു പാരഡൈം അല്ലെങ്കിൽ ആ ഒരു ഓരോ വേർഡും എന്തിനെ സൂചിപ്പിക്കുന്നു? എന്ന് പറയുന്നത് ഡിറ്റക്ഷൻ. ആ ഒരു എമർജൻസി സിറ്റുവേഷൻ എന്താണോ അത് നിർണ്ണയിക്കുകയാണ്. ഒരു എമർജൻസി സിറ്റുവേഷൻ ആണോ എന്ന് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഇൻസിഡന്റ് കമാൻഡ് എന്ന് പറയുന്നത്
അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പ്രതികരണം നൽകാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ആണ് ഇൻസിഡന്റ് കമാൻഡ് എന്ന് പറയുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക, അസസ് ഹസാർഡ് അപകടവുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിലയിരുത്തൽ നടത്തുക, എസ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് കൊടുക്കുക, കൃത്യമായിട്ടുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക, ആവശ്യമായിട്ടുള്ള ട്രയേജ് ആൻഡ് ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക, ഇവാക്യുവേഷൻ അവരെ അവിടെ നിന്നും ഒഴിപ്പിക്കുക, റിക്കവറി അതിൽ നിന്നും അവരെ വീണ്ടെടുക്കുക. ഇത്രയും ആ ഒരു ഡിസാസ്റ്റർ പാരഡൈമിൽ വരുന്നതാണ്. അത് ഓരോന്നും എന്താണ്, എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് നോട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് നീഡ് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്ലാനിന്റെ ആവശ്യകത എന്താണ്? എന്തിനു വേണ്ടിയാണ് ഒരു ഹോസ്പിറ്റലിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ? എന്തിനു വേണ്ടിയാണ്? അതിന്റെ ആവശ്യകത എന്താണ്? The hospital play a crucial role in healthcare infrastructure. ആരോഗ്യ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങളിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഹോസ്പിറ്റലുകൾ എന്ന് പറയുന്നത്. The hospital responsible for saving lives. അല്ലെ, ഹോസ്പിറ്റൽ ആണ് ഇതിന് ഉത്തരവാദിത്വം അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സേവിങ് ലൈഫ്സ്, ഒത്തിരി ജീവനുകൾ രക്ഷിക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഹോസ്പിറ്റൽ. അല്ലെ, they also provide 24/7 emergency care services and hence the public receive it as a main resource for diagnosis, treatment and follow-up for both physical and psychological care. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് 24 മണിക്കൂറുമുള്ള എമർജൻസി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാറില്ലേ? ഇല്ലേ? എമർജൻസി കെയർ സർവീസുകൾ 24/7 സർവീസുകളാണ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അതുവഴി ആ ഒരു പബ്ലിക്കിന് എന്തൊക്കെ കിട്ടും? ഇതാണ് എ മെയിൻ സോഴ്സ്, പ്രധാന ഉറവിടമായിട്ട് എടുത്തുകൊണ്ട് അവർക്ക് രോഗനിർണയം നടത്താനോ ട്രീറ്റ്മെന്റുകൾ ചെയ്യാനോ ഫോളോ അപ്പുകൾ ചെയ്യാനോ ഫിസിക്കൽ ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടുമുള്ള എല്ലാ തരത്തിലുമുള്ള പരിചരണങ്ങളും അതിനനുസരിച്ചുള്ള രോഗനിർണയവും ട്രീറ്റ്മെന്റും ഫോളോ അപ്പുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രധാന ഉറവിടമായിട്ട് പേഷ്യൻസിന് ഈ ഒരു സർവീസുകളെ എടുക്കാവുന്നതാണ്. Then the hospital extend emergency care and hence when a disaster hit the society falls back upon the hospital to provide instant support in the form of emergency medical care. അപ്പോൾ ഹോസ്പിറ്റലുകള് അതുപോലെ തന്നെ എമർജൻസി കെയറുകള് അല്ലെ, എമർജൻസി അടിയന്തര തരമായിട്ടുള്ള പരിചരണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വിപുലീകരിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ പെട്ടെന്നൊരു സൊസൈറ്റി ഒരു ഡിസാസ്റ്റർ വന്നു, ഒരു ദുരന്തം സംഭവിച്ചാൽ ആ ഹോസ്പിറ്റലുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു താൽക്കാലികമായിട്ട് ഒരു ഇൻസ്റ്റന്റ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യും? ഒരു തൽക്ഷണം സഹായം കൊടുക്കാൻ പറ്റും അല്ലെ? പറ്റില്ലേ? To provide instant support in the form of emergency medical care എന്ന് പറയുന്ന ഒരു അടിയന്തരമായിട്ടുള്ള വൈദ്യപരിചരണം എന്ന ആ രൂപേണ തൽക്ഷണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് സഹായങ്ങൾ ആ ഒരു ഡിസാസ്റ്റർ നടന്നിട്ടുള്ള ആ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റിക്ക് കൊടുക്കാനായിട്ട് പറ്റും. Then whenever a hospital or a healthcare facility is met by a situation where it has to provide care to a large number of patients is in limited time, which is beyond its normal capacity, constitutes a disaster for the said hospital. അതായത് ഇപ്പൊ ഒരു വലിയ രീതിയിലുള്ള ഒരു ഡിസാസ്റ്റർ നടന്നു അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലിന് എന്താണ് പ്രൊവൈഡ് ഹോസ്പിറ്റൽ or a number of patients is എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് met by a situation. ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഒരു ക്ലിനിക് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഒരു പ്രത്യേക സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യം അവർക്ക് നേരിടേണ്ടി വരാം. അതായത് അവർക്ക് ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ഒരു ലിമിറ്റഡ് ടൈമിൽ അവരുടെ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയാണ് വിചാരിക്കും. ഒരു ഹോസ്പിറ്റൽ ഒരു സിറ്റുവേഷൻ നേരിടാണ്, അതായത് ഒരുപാട് ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് ആ ഒരു ലിമിറ്റഡ് ടൈമില് ആ ഒരു ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിലേക്കോ വരുന്നു. അവരെ നേരിടുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു നേരിടുന്ന ഒരു സാഹചര്യമാണ് വിച്ച് ഇസ് ബിയോണ്ട് ഇറ്റ്സ് നോർമൽ കപ്പാസിറ്റി. അവരുടെ നോർമലായിട്ട് അവർക്ക് താങ്ങാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റിക്ക് മുകളിലാണ് വന്നിരിക്കുന്ന ആളുകളുടെ എണ്ണം എങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂട്ട് ഡിസാസ്റ്റർ ഫോർ ദ സെഡ് ഹോസ്പിറ്റൽ. ആ ഒരു ഹോസ്പിറ്റലിന് അതൊരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ദുരന്തമാണെന്ന് പറയേണ്ടതായിട്ട് വരും.
ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ എന്താ പറഞ്ഞത്? ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിക്ക് അവർക്ക് ഒരു സിറ്റുവേഷൻ അവർ നേരിടേണ്ടി വരാണ്. എന്ത് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്ത് സാഹചര്യമാണ്? അവരുടെ ഒരു ലിമിറ്റഡ് പീരീഡിനുള്ളിൽ ഒരുപാട് പേഷ്യൻസ്, ഒരു ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസ് അവരുടെ ഹോസ്പിറ്റലിലേക്ക് വരും. അത് അവരുടെ നോർമൽ കപ്പാസിറ്റിക്ക് കൂടുതലാണ്. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിലധികം, അല്ലെ? ഒരു നോർമൽ കപ്പാസിറ്റിയിൽ കൂടുതലാണ്. അത് എന്ന് പറയുന്നത് ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, അവർ നേരിടുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സാഹചര്യം എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദുരന്തമാണെന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? But a disaster for a hospital is an unexpected patient loss. It's a temporary lack of resources which is caused owing to sudden influx of unexpected patient loss. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ a temporary lack of resources, താൽക്കാലികമായിട്ട് അവരുടെ വിഭവങ്ങളുടെ അഭാവം സൃഷ്ടിക്കപ്പെടുന്നു, അല്ലെ? അവിടെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് ആളുകൾ വന്നു എന്ന് വിചാരിക്കാം. ആ ഒരുപാട് ആളുകൾ വരുമ്പോ അവിടെ ആവശ്യമായിട്ടുള്ള ഡോക്ടേഴ്സ് അവരെ നോക്കാനായിട്ട് ഉണ്ടാവോ? ആവശ്യമായിട്ടുള്ള മതിയായ ജീവനക്കാരുണ്ടാവോ? ഇല്ല. അവിടെ ഒരു ടെമ്പററി, താൽക്കാലികമായിട്ടെങ്കിലും അവിടെ ആവുള്ള റിസോഴ്സുകളുടെ അല്ലെങ്കിൽ അവിടുത്തെ വിഭവങ്ങളുടെ ഒരു അഭാവമാണ് വരുന്നത്, അല്ലെ? ഒരു അഭാവമല്ലേ വരുന്നത്? കുറച്ച് സമയം ഉണ്ടെങ്കിലും നമുക്ക് അതിനനുസരിച്ച് വേറെ ജീവനക്കാരെ കൊണ്ടുവന്ന് അത് മെയിൻറ്റെയിൻ ചെയ്യാം. അതേസമയം ഒരു ടെമ്പററി ആണ്, അതാണ് അവിടെ താൽക്കാലികം എന്നുള്ളൊരു വേർഡ് പറഞ്ഞിരിക്കുന്നത്. താൽക്കാലികമായിട്ടെങ്കിലും അവിടെ ആ ഒരു റിസോഴ്സുകളുടെ അല്ലെങ്കിൽ വിഭവങ്ങളുടെ അഭാവം സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. വിത്ത് ഓഫ് കോഴ്സ് ഗോയിങ് ടു സഡൻ ഇൻഫ്ലക്സ് ഓഫ് അൺഎക്സ്പെക്ടഡ് പേഷ്യൻസ്, പെട്ടെന്നുണ്ടാവുന്ന പ്രതീക്ഷിക്കാതെയുള്ള പേഷ്യൻസിന്റെ ലോഡ് കൂടുന്നത് വഴി താൽക്കാലികമായിട്ടെങ്കിലും അവരുടെ വിഭവങ്ങളുടെ ഒരു അഭാവം വരുന്നതിനെയാണ് ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചത് ഒരു ഡിസാസ്റ്റർ ആണ്. Okay, then hospital disaster management give the opportunity to plan, prepare and when needed, enable a national response in the event of disasters or mass casualty incidents. അത്രയും വരെ അതിന് മുൻപുള്ളത് പറയും. അടുത്തത് നമുക്ക് ഒരു അടുത്ത സെക്ഷൻ ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ആദ്യത്തെ നമുക്ക് വലിയൊരു പാരഗ്രാഫ് പോലെ കൊടുത്തിരിക്കുന്നത്. ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഒരു ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ആരോഗ്യ പരിപാലന അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാപനമാണ് ആശുപത്രികൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഈ ഹോസ്പിറ്റൽസിന് എന്തിനുള്ള ഉത്തരവാദിത്വമുണ്ട്? സേവിങ് ലൈഫ്സ്, അല്ലെ? ജീവൻ രക്ഷിക്കുന്നതിനുള്ള ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ അവർ 24 മണിക്കൂറും എമർജൻസി കെയർ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പബ്ലിക്കിന് ഏത് സമയത്തും അവർക്ക് മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടുമുള്ള എന്തൊരാവശ്യവും രോഗനിർണയം നടത്താനായിക്കോട്ടെ, ട്രീറ്റ്മെന്റുകൾ എടുക്കാനായിക്കോട്ടെ, ഫോളോ അപ്പ് നടത്താനും ഈ ഒരു എമർജൻസി സർവീസുകളെ, ഹോസ്പിറ്റലിൽ നടക്കുന്ന സർവീസുകളെ എന്ത് ചെയ്യാവുന്നതാണ്? ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി ഹോസ്പിറ്റൽസ് ഇതുപോലെയുള്ള എമർജൻസി കെയർ സർവീസുകളെ വിപുലീകരിക്കുന്നതിലൂടെ ഒരു സൊസൈറ്റിയെ പെട്ടെന്നൊരു ദുരന്തം ബാധിച്ചാൽ പോലും അവർക്ക് ആ ഒരു എമർജൻസി കെയർ സർവീസുകൾ എന്ന ആ ഒരു ഫോമിലുള്ള ഈ ഒരു വിപുലീകരിച്ച ഈ ഒരു സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഹോസ്പിറ്റലുകൾക്ക് തൽക്ഷണം എന്ത് ചെയ്യാൻ പറ്റും? മതിയായിട്ടുള്ള സഹായങ്ങൾ നൽകാൻ സാധിക്കും. ഇനി ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത് അല്ലെങ്കിൽ നേരിടേണ്ടതായിട്ട് വരും. അതായത് അവരുടെ ആ ഹോസ്പിറ്റലിലേക്ക് ഒരുപാട് നമ്പർ ഓഫ് പേഷ്യൻസ് വരുന്നു, അല്ലെങ്കിൽ അവരുടെ നോർമൽ കപ്പാസിറ്റി അല്ലെങ്കിൽ നോർമൽ കപ്പാസിറ്റിയിലും മുകളിലാണ് ഈ വന്നിരിക്കുന്ന പേഷ്യൻസ് എങ്കിൽ ആ ഹോസ്പിറ്റൽ ആ ഒരു സിറ്റുവേഷനെ ഒരു ദുരന്തമായി കണക്കാക്കുന്നു. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ഒരു ദുരന്തം നടക്കുക എന്ന് പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കാരണത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്നു. ആ ഒരു സഡൻ ആയിട്ട് ഒരു പ്രതീക്ഷിക്കാതെയുള്ള പേഷ്യൻസിന്റെ ലോഡാണ് വരുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് എന്ത് ചെയ്യുന്നു? ലാക്ക് ഓഫ് റിസോഴ്സസ്, അവിടെയുള്ള വിഭവങ്ങളുടെ അഭാവം വരുന്നതിനെ ആ ഹോസ്പിറ്റൽ ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ക്ലിയർ ആണോ? ഇത്രയും ഭാഗം ക്ലിയർ ആണോ? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാത്തെ? അടുത്തത് നോക്കിയേ. The hospital disaster management gives the opportunity to plan. ജസ്റ്റ് ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ആവശ്യകത എന്താണെന്നുള്ളത്. ഇതെല്ലാം ആദ്യം കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഒരു എമർജൻസി കെയർ സർവീസ് ഹോസ്പിറ്റലിൽ തരുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഒരു ഡിസാസ്റ്റർ വന്നാലും നമ്മൾ ആദ്യം കാഷ്വാലിറ്റിയിലേക്കല്ലേ പോവാ, അല്ലെ?
ഒരു ഡിസാസ്റ്റർ വന്നാൽ അവരെ കാഷ്വാലിറ്റിയിലേക്കല്ലേ ആദ്യം കൊണ്ടുപോകുക, തൊട്ടടുത്ത ഹോസ്പിറ്റലുകളുടെ കാഷ്വാലിറ്റിയിലേക്ക്. പറഞ്ഞാൽ ഒരു മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് വരിക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം. അത് എന്താണെന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിച്ചാൽ മതി, വൈഫായിട്ടൊന്നും ചെയ്യണ്ട കേട്ടോ. നോക്കിയേ, ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് give the opportunity to plan, prepare and when needed enable a rational response in the event of disasters or mass casualty incidents. അല്ലെങ്കിൽ MCI ചോദിക്കാറുണ്ട്. MCIയുടെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കണം കേട്ടോ. ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്തൊരു അവസരം, ഓപ്പർച്യൂണിറ്റി നൽകാണ്. അതായത് ഒരു ഡിസാസ്റ്റർ വരും, ആ ഒരു ഡിസാസ്റ്ററിനെ കുറിച്ച് എങ്ങനെ ഡിസാസ്റ്ററെ കൈകാര്യം ചെയ്യണം, അതിനുവേണ്ടി ആസൂത്രണം നടത്തണം അല്ലെ. ഈ ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു ഡിസാസ്റ്റർ വന്നാൽ ആ ഹോസ്പിറ്റലിൽ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും അല്ലെ, അതല്ല ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായിട്ട് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകൾ തയ്യാറാക്കണം അല്ലെ. അതിനുവേണ്ടി കുറെ തയ്യാറെടുപ്പുകൾ നടത്തണം. വേണ്ടേ? ഇപ്പൊ ഒരു ഡിസാസ്റ്റർ വന്നാൽ അതെങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ള സൊല്യൂഷൻസ് കൊടുക്കാൻ പറ്റും. അതിനുവേണ്ടി കുറേയധികം പ്ലാനുകൾ തയ്യാറാക്കണം, കുറേയധികം തയ്യാറെടുപ്പുകൾ നടത്തണം. അതിനാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്രതികരണം കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു മാസമായിട്ടുള്ള കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട മാസമായിട്ട് പേഷ്യൻസ് വരുന്ന ഒരു സംഭവമാവാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ ആ ഹോസ്പിറ്റൽ എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്തു കൊടുക്കേണ്ടത്, ആ ഒരു ഇവന്റിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ രീതിയിലുള്ള പ്രതികരണമാണോ ആവശ്യമായിട്ടുള്ളത്, അതിനനുസരിച്ചുള്ള പ്ലാനുകൾ തയ്യാറാക്കണം. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതാണ് ശരിക്കും ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരങ്ങൾ നൽകുന്നുണ്ട്. can overwhelm the hospital resources, staff space and or supplies. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആ ഒരു ഹോസ്പിറ്റലിന് മതിയായിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടോ അല്ലെ, നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മറികടക്കാൻ ആ ഒരു സിറ്റുവേഷനെ മറികടക്കാനായിട്ട് ആ ഹോസ്പിറ്റലിലെ മതിയായ റിസോഴ്സുകൾ വിഭവങ്ങളുണ്ടോ, ജീവനക്കാരുണ്ടോ അല്ലെ, സ്പേസ് ഉണ്ടോ, അവിടെ മതിയായിട്ടുള്ള മെഡിക്കൽ പരമായിട്ടുള്ള സാധനങ്ങളുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതുപോലെ ലാക്ക് ഓഫ് any tangible plan to fall back upon in times of disaster lead to a situation where there are many sources of command, many leaders and no united effort to solve the problem. അതായത് ലാക്ക് ഓഫ് എനി ടാൻജിബിൾ പ്ലാൻ എന്ന് പറയുന്നത് ഒരു മികച്ച ആസൂത്രണം ചെയ്തിട്ടുള്ള, വ്യക്തമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാത്തതിന്റെ അല്ലെങ്കിൽ പ്ലാനിന്റെ അഭാവം. അങ്ങനെ ഒരു നല്ല മികച്ചൊരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഏതൊരു സിറ്റുവേഷനെ മറികടക്കാൻ പറ്റും അല്ലെ. അങ്ങനെ ഒരു ടാൻജിബിൾ ആയിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ട്, ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് fall back upon the times of disaster lead to a situation. ഒരു ഡിസാസ്റ്റർ വന്നാൽ അങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് എന്ത് സിറ്റുവേഷനിലേക്ക് നയിച്ചേക്കാം, മെനി സോഴ്സ് ഓഫ് കമാൻഡ്, ഒരുപാട് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണ്ടി വരും, ഒത്തിരി ലീഡേഴ്സ് അതിനായിട്ട് ആവശ്യമായിട്ട് വരും. അതുപോലെ നോ യുണൈറ്റഡ് എഫർട്ട് ടു സോൾവ് ദ പ്രോബ്ലം, അവിടെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു യുണൈറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സംയോജിതമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു അഭാവം ഉണ്ടായേക്കാം. ഒരു വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിക്കുക, എന്തൊരു കാര്യത്തിന് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് ഓരോരുത്തർക്കും ഇന്ന ഡ്യൂട്ടീസ് ചെയ്യണം എന്ന് അസൈൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ പറയുന്ന കാര്യം, ആ ഒരു സിറ്റുവേഷൻ നമുക്ക് എളുപ്പത്തിൽ ഓവർകം ചെയ്യാൻ പറ്റില്ലേ? പറ്റോ? അതാണ് ഇവിടെയും പറയുന്നത്. ഒരു വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പല രീതിയിലുള്ള മാനേജ്മെന്റ് സംവിധാനങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ പല ലീഡേഴ്സ് ചിലപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള നേതൃത്വം നൽകുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല അല്ലെ. അതുപോലെ തന്നെ ഒരു ഏകോപനം അല്ലെങ്കിൽ എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു എഫേർട്ട് അല്ലെങ്കിൽ ഒരു പരിശ്രമം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അത് പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഒരു കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു planning ആണ് അല്ലെ. Then okay, therefore it is necessary that all hospital emergency plans have the primary feature of defining the command structure in their hospital and to extrapolate it to disaster scenarios with well-defined job definitions once the disaster button is pushed. അതായത് ഇവിടെ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരു നല്ല വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ട് അപ്പൊ ഈ ഒരു പ്ലാനിങ് വേണം അല്ലെ. അതിനുവേണ്ടി ഏറ്റവും നെസസറി ആയിട്ടുള്ളത് ഒരു ഹോസ്പിറ്റൽ
എമർജൻസി പ്ലാനുകളാണ്. ഒരു ഡിസാസ്റ്റർ വന്നാല് അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാല് അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പ്ലാനിങ്, ആസൂത്രണം വളരെ പ്രധാനപ്പെട്ട പ്രാഥമികമായിട്ടുള്ളൊരു ഫീച്ചറാണ്. ഡിഫൈനിങ് ദ കമാൻഡ് സ്ട്രക്ചർ, അതായത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം ആ ഒരു പ്ലാനിങ്ങില്? കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് ഘടന വേണം. അതാണ് ഒരു കമാൻഡ് സ്ട്രക്ചർ നിങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് അത് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഘടന വേണം ആ ഒരു ഹോസ്പിറ്റലിന് വേണ്ടി. ആൻഡ് എക്സ്ട്രാപൊളേറ്റ് ടു ദ ഡിസാസ്റ്റർ സെനേറിയോസ്, ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ആ ഒരു സാഹചര്യങ്ങളെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള മെത്തേഡുകൾ വേണ്ടേ? ആ ഒരു പ്ലാനിൽ അതൊക്കെ ഉൾപ്പെടണ്ടേ? എങ്ങനെയാണ് നമുക്ക് മറികടക്കാൻ പറ്റും? ഏതൊക്കെ രീതികൾ ഉപയോഗിച്ചാൽ നമുക്കത് മറികടക്കാൻ പറ്റും അല്ലെ? വിത്ത് വെൽ ഡിഫൈൻഡ് ജോബ് ഡെഫിനിഷൻസ്. എന്താണ്? once the disaster button is pushed, ഒരു ഡിസാസ്റ്റർ വന്നു, അപ്പൊ ആ ഒരു ഡിസാസ്റ്റർ ബട്ടൺ നമ്മൾ പുഷ് ചെയ്തു. അപ്പൊ നമ്മൾ കണ്ടു കാണും ചില ഹോസ്പിറ്റലിലും ഒരു ദുരന്തം വന്നാൽ നമുക്കത് എന്ത് ചെയ്യണം? ഒരു എമർജൻസി ബട്ടണുകൾ കണ്ടിട്ടുണ്ടോ? എമർജൻസി ബട്ടണുകൾ അവിടുത്തെ എല്ലാവർക്കും ഇൻഫർമേഷൻസ് പോവാൻ വേണ്ടിയിട്ട് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി ബട്ടണുകൾ ഒരു പ്രാവശ്യം പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവരുടെ ജീവനക്കാർ അതിനനുസരിച്ച് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം അല്ലെ? അപ്പൊ അങ്ങനെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള കൃത്യമായിട്ട് ഓരോരുത്തർക്കും അവരുടേതായ ജോലികൾ എന്ത് ചെയ്യണം? അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ? അല്ലെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷൻ വരില്ലേ? ഞാൻ എന്ത് ചെയ്യണം, നീ എന്ത് ചെയ്യണം? അപ്പൊ ഒന്നും കാര്യം നടക്കില്ല അല്ലെ? അതേസമയം ഈ പ്ലാനിങ്ങിൽ ഇതൊക്കെ ഉൾപ്പെടുത്തുകയാണെങ്കിലോ, ഈ പറയുന്ന ഒരു പ്രാവശ്യം നമ്മൾ ഒരു ബട്ടൺ പുഷ് ചെയ്താൽ അല്ലെങ്കിൽ അത് അമർത്തിയാൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓരോരുത്തരും ചെയ്യേണ്ടത്, അത് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ നൽകുക, അതിനനുസരിച്ച് കൃത്യമായിട്ട് അവർക്ക് ഓരോ ജോബുകളും കൃത്യമായിട്ട് നിർദ്ദേശപ്രകാരം അവർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം എന്താണ്? ഒരു ഹോസ്പിറ്റൽ എമർജൻസി പ്ലാനുകള് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? ആദ്യത്തെ ഭാഗം ഇനി പറയണ്ടല്ലോ, നീ ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞ പോലെ. രണ്ടാമതൊന്നും കൂടി നോക്കി. ഇപ്പൊ ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്തിനൊരു അവസരം കൊടുക്കുകയാണ്? ആ ഒരു മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പെട്ടെന്നൊരു ഡിസാസ്റ്റർ വന്നാല് അല്ലെങ്കിൽ ഒരു മാസമായിട്ടുള്ള ഒരു കാഷ്വാലിറ്റി ഇൻസിഡൻസ് വന്നാല് ആ ഒരു ഇവന്റിനെ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ എങ്ങനെ നമുക്ക് നേരിടണം അല്ലെ? അതിനുവേണ്ടി എങ്ങനെ ഒരു യുക്തിപരമായിട്ട് നമ്മൾ പ്രതികരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള പ്ലാനുകളും തയ്യാറെടുപ്പുകളുമാണ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ശരിക്കും ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വഴി നൽകുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഒരു ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു മാസമായിട്ടുള്ള കാഷ്വാലിറ്റീസ് കാര്യങ്ങൾ, ഒരു കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ വരും അല്ലെ? അങ്ങനെ ഒരുപാട് ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഹോസ്പിറ്റലുകൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. എല്ലാവർക്കും വളരെ കൺഫ്യൂഷൻ ആയി പോകും. അവിടെയുള്ള ജീവനക്കാർക്ക് സ്വഭാവം അല്ലെ? ഒരുപാട് പേര് അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് അപ്പുറമാണ്. അവർക്ക് എന്ത് ചെയ്യണം, ആര് നോക്കണം എന്നൊരു കൺഫ്യൂഷൻ വരില്ലേ? അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് വരാം. അപ്പൊ അതിനൊക്കെ എപ്പോഴും വേണ്ടത് ഇതുപോലെ തന്നെ കൃത്യമായിട്ട് ചിലപ്പോ കൃത്യമായി നേതൃത്വം നൽകാനായിട്ട് ആളുകൾ ഉണ്ടാവില്ല, കൃത്യമായിട്ടുള്ള മാനേജ്മെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സോഴ്സ് അല്ലെങ്കിൽ ഉറവിടങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു എഫേർട്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടി സംയോജിതമായിട്ടുള്ള ഒരു പരിശ്രമം നടത്താനായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി പരിശ്രമം നടത്താനുള്ള ഒരു നേതൃത്വമോ ഒരു ഡയറക്ഷൻസോ ചിലപ്പോൾ അവർക്ക് കിട്ടാതെ വരും. അതല്ലേ എന്തുകൊണ്ടാണ്? വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ എപ്പോഴും ഒരു വ്യക്തമായിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ എമർജൻസി പ്ലാനുകളിലൂടെയാണ് നമുക്കിത് നല്ല രീതിയിൽ നടപ്പിലാക്കാൻ പറ്റുന്നത്. അതിനുവേണ്ടി ഹോസ്പിറ്റൽ എമർജൻസി പ്ലാനുകൾ പ്രാഥമികമായിട്ട് തയ്യാറാക്കണം. അതവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ആ ഹോസ്പിറ്റലിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു കമാൻഡുമായി ബന്ധപ്പെട്ട ഒരു ഘടന സൃഷ്ടിക്കുക. അതിലൂടെ ഈ പറയുന്ന സംഭവത്തെ മറികടക്കാൻ വേണ്ടി അല്ലെ, ഈ ഒരു ഡിസാസ്റ്റർ വന്നാൽ ആ ഒരു സാഹചര്യത്തെ എങ്ങനെ നമുക്ക് മറികടക്കാം, അതിനുവേണ്ടി എന്തൊക്കെ മെത്തേഡുകൾ നമുക്ക് ഉപയോഗിക്കാം അല്ലെ, എന്തൊക്കെ രീതികൾ ഉപയോഗിച്ച് നമുക്ക് അതിനെ ഓവർകം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു പ്ലാനിങ്ങിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഡിസാസ്റ്റർ ബട്ടൺ ഞെക്കിയാൽ ഓരോ ജീവനക്കാരും എന്തൊക്കെ കാര്യങ്ങളാണോ അവരുടേതായ ഡ്യൂട്ടീസ് ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് അവർക്ക് അസൈൻ ചെയ്ത് പറഞ്ഞ് ട്രെയിനിങ്ങുകളും കാര്യങ്ങളിലൂടെ ഒക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. ആ ബട്ടൺ ഡിസാസ്റ്റർ വരുമ്പോൾ അത് കൃത്യമായിട്ട് അവർ പ്രവർത്തിക്കേണ്ടതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ പ്ലാനിങ്ങിൽ ഉൾപ്പെടുന്ന കാര്യമാണ്. ക്ലിയർ ആണോ? വേഗം ഒന്ന് വായിച്ചു നോക്കിയ ഒരു പാരഗ്രാഫ്.
വായിച്ചു കഴിയുമ്പോ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ ഇത്? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് നമ്മള് ഫേസസ് ഓഫ് ഡിസാസ്റ്ററിലേക്ക് കടക്കാണ് കേട്ടോ. ഡിസാസ്റ്ററിന്റെ പല ഘട്ടങ്ങൾ, 3 ഘട്ടങ്ങളായിട്ടാണ് ഡിസാസ്റ്ററിനെ അല്ലെങ്കിൽ ദുരന്തങ്ങളെ തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തത് പ്രീ ഡിസാസ്റ്റർ ഫേസ്, രണ്ടാമത്തത് ഡിസാസ്റ്റർ ഫേസ്, മൂന്നാമത്തത് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രീ ഡിസാസ്റ്റർ ഫേസ് ദുരന്തത്തിന് മുൻപുള്ള ഘട്ടമാണ് കേട്ടോ. ദുരന്തത്തിന് മുൻപുള്ള ഘട്ടം. ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ ദുരന്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയം. പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുമ്പോൾ ദുരന്തം കഴിഞ്ഞതിന് ശേഷം. അപ്പൊ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഇവാലുവേറ്റ് റിസ്ക് ആൻഡ് ട്രെയിനിങ് പീപ്പിൾ ബിഫോർ എ ഡിസാസ്റ്റർ ഫേസ്. ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആളുകൾക്ക് പരിശീലനങ്ങൾ നൽകുന്നു, അല്ലെ? അവിടെ ആ ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ വിലയിരുത്തുകയും ചെയ്യുന്നതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഒരു ദുരന്തം വന്നിട്ടല്ല, വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം വന്നാൽ അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് വിലയിരുത്തൽ നടത്തുന്നു. അതിനനുസരിച്ചുള്ള പരിശീലനങ്ങൾ ആ പറയുന്ന ആളുകൾക്ക് നൽകുകയും ചെയ്യുന്നതിനെയാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, നിങ്ങൾ മോക്ക് ഡ്രിൽസ് കണ്ടിട്ടുണ്ടോ? എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതാ. മോക്ക് ഡ്രിൽസ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഒന്നിന്റെയും മോക്ക് ഡ്രിൽസ് കണ്ടിട്ടില്ല? CPR കൊടുക്കുന്ന മോക്ക് ഡ്രിൽസ് കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ലേ? സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫയർ, തീപിടുത്തം വന്നാൽ എങ്ങനെയാ തീ അണയ്ക്കാൻ, അതിന് വേണ്ടിയിട്ടുള്ള മോക്ക് ഡ്രിൽസ് ഒക്കെ സംഘടിപ്പിക്കാറുണ്ടല്ലോ. കണ്ടിട്ടില്ലേ അത്? അപ്പൊ അങ്ങനെയുള്ള മോക്ക് ഡ്രിൽസ് എന്തിനു വേണ്ടിട്ട് തരുന്നതാ? എന്തിനു തരുന്നതാ? നമ്മളുടെ പരിശീലനമാണ്, അല്ലെ? അത് യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരു സംഭവമല്ല. പക്ഷെ ആ സംഭവത്തെ അതേപോലെ തന്നെ റിക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? പരിശീലനം നൽകുകയല്ലേ ചെയ്യുന്നത് ഈ മോക്ക് ഡ്രിൽസിലൂടെ. ആണോ? ആണോ പിള്ളേരെ? ആണോ? മോക്ക് ഡ്രിൽസ് വഴി അങ്ങനെ ഒരു പരിശീലനമല്ലേ നമുക്ക് തരുന്നത്. അപ്പൊ ആ ഒരു പരിശീലനം അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഒരു ഡിസാസ്റ്റർ വന്നതിന് ശേഷം പരിശീലനം തന്നിട്ട് കാര്യമില്ല. ഡിസാസ്റ്റർ വരുന്നതിന് മുൻപ് നമുക്ക് ആ ഒരു ഡിസാസ്റ്ററെ കുറിച്ചുള്ള അപകട സാധ്യതകൾ വിലയിരുത്തി അതിനനുസരിച്ചുള്ള പരിശീലനം നൽകുന്നതിനെയാണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ചെയ്യുന്നത്. ക്ലിയർ ആണോ? ആദ്യം നമ്മൾ പ്രീ ഡിസാസ്റ്റർ ഫേസ് ആണ് പഠിക്കാൻ പോകുന്നത്. അത് തന്നെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായിട്ടും അതിൽ ഡീൽ ചെയ്യുന്നത്. നോക്കിയാൽ പ്രീ ഡിസാസ്റ്റർ ഫേസില് ഫസ്റ്റ് വൺ ആണ് പ്ലാനിങ് ചെയ്യുക എന്നുള്ളത്. അതായത് മോസ്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ ആൻഡ് പ്ലാനിങ് ഈസ് പെർഫോംഡ് ഇൻ ദ പ്രീ ഡിസാസ്റ്റർ ഫേസ്. ദ ഹോസ്പിറ്റൽ പ്ലാൻസ് ആർ പ്രിപ്പയർഡ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ സംഭവിച്ച് ഒരു പ്രീ ഡിസാസ്റ്റർ ഫേസിൽ നടക്കുന്നത് ആദ്യമായിട്ട് അവർ ആ ഒരു ഹോസ്പിറ്റൽ, ആ ഒരു ഡിസാസ്റ്ററെ കുറിച്ചുള്ള പ്ലാനിങ്ങുകൾ നടത്തുന്നു, ആസൂത്രണം നടത്തുന്നു. ഒരു ഡിസാസ്റ്റർ വന്നാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാം, എങ്ങനെ ആളുകൾക്ക് നല്ല രീതിയിലുള്ള പരിശീലനങ്ങൾ കൊടുക്കാം. ആ സമയത്ത് ആലോചിച്ചിട്ട് കാര്യമില്ല, അല്ലെ? അതിന് മുൻപേ ആലോചിച്ച് പ്ലാൻ ചെയ്ത് വെക്കണ്ടേ. അതാണ് ഇവിടെ പ്രീ ഡിസാസ്റ്റർ ഫേസില് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പ്ലാനിങ് ആൻഡ് പെർഫോം ഇൻ ദ പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് പ്ലാനിങ് നടത്തുന്നത്. കൃത്യമായിട്ട് ഇവാലുവേഷൻസ് അല്ലെങ്കിൽ എന്താണ് വിലയിരുത്തൽ നടത്തി ഹോസ്പിറ്റൽസ് എന്ത് ചെയ്യുന്നു? പ്ലാനുകൾ തയ്യാറാക്കുന്നു. Then preparation of a written disaster manual. ഇത് പ്ലാനുകൾ തയ്യാറാക്കിയാൽ മാത്രം പോരാ, കൃത്യമായിട്ട് അതെന്ത് ചെയ്യണം? ഡിസാസ്റ്റർ മാനുവൽ ആയിട്ട് എഴുതി വെക്കണം, അല്ലെ? എഴുതി തയ്യാറാക്കണം. കാരണം എന്താ? അവിടെ ഓരോരുത്തരുടെയും മനസ്സിൽ വെച്ചാലോ അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചാൽ മാത്രം പോരാ, പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ജീവനക്കാരുണ്ടാവാം. അപ്പൊ അങ്ങനെയുള്ളവർക്കും എല്ലാം അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിലെ എല്ലാ ഇടങ്ങളിലേക്കും
കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഒരു ഡിസാസ്റ്റർ മാനുവല് റിട്ടൺ ആയിട്ട് എഴുതി തയ്യാറാക്കണം. അതാണ് അതായത് ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ പ്ലാൻ ഹാസ് ടു ബി റിട്ടൺ ഡൗൺ ഇൻ എ ഡോക്യുമെന്റ് ഫ്രം ആൻഡ് കോപ്പീസ് ഓഫ് ദ സെയിം ഹാവ് ടു ബി അവൈലബിൾ ഇൻ ഓൾ ദ ഏരിയാസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ആദ്യം തന്നെ എന്താ പറഞ്ഞേ, പ്ലാൻ തയ്യാറാക്കാണ് അല്ലെ. ഒരു ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, ഒരു ഹോസ്പിറ്റലില് ഒരു ഡിസാസ്റ്റർ വന്നാൽ എന്തൊക്കെ ചെയ്യണം, അതിനു വേണ്ടിയുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുന്നു. അതിനുശേഷം ഈ പ്ലാൻ എന്ത് ചെയ്യുന്നു, ഒരു റിട്ടൺ ഡിസാസ്റ്റർ മാനുവൽ ആയിട്ട് തയ്യാറാക്കി വെക്കുന്നു. ഇത് എഴുതി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു റിട്ടൺ ഡിസാസ്റ്റർ പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു മാനുവല് എന്ത് ചെയ്യുന്നു, ഒരു ഡോക്യുമെന്റ് ആയിട്ട് എഴുതി തയ്യാറാക്കുന്നു. ഈ ഡോക്യുമെന്റിന്റെ കോപ്പീസ് ആ ഹോസ്പിറ്റലിലെ എല്ലാ ഇടങ്ങളിലും ലഭ്യമാക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആണോ? പ്ലാനിംഗ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് റിട്ടൺ ഡിസാസ്റ്റർ മാനുവൽ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. മൂന്നാമത്തത് സ്റ്റാഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അവരുടെ ജീവനം ഇത് എഴുതി തയ്യാറാക്കി വെച്ചാൽ മാത്രം മതിയോ? അവർ വായിച്ചു കഴിഞ്ഞാലൊന്നും നമുക്ക് അതിനെ പറ്റിയൊന്നും വലിയ പിടുത്തൊന്നും കിട്ടില്ല അല്ലെ. ഒരു കാര്യം നമ്മളോട് പറയുമ്പോഴാണോ അതോ ചെയ്ത് കഴിയുമ്പോഴാണോ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ അതിനെ കുറിച്ച് മനസ്സിലാവുന്നതും പിന്നീട് ചെറുതായിട്ട് ചെയ്യാൻ പറ്റുന്നതും? എങ്ങനെയാ, പറഞ്ഞു കേൾക്കുമ്പോഴാണോ അത് ചെയ്ത് പഠിക്കുമ്പോഴാണോ? ചെയ്ത് പഠിക്കുമ്പോഴല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം വെച്ചിട്ടായിട്ട് ഒന്നും കൂടി ചെയ്യാൻ പറ്റുക അല്ലെ. അത് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു, ഈ ഒരു മാനുവൽ തയ്യാറാക്കി വെച്ചു, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാലും അതിനനുസരിച്ച് കൃത്യമായിട്ട് അവിടുത്തെ സ്റ്റാഫുകൾക്ക് എഡ്യൂക്കേഷൻസും ട്രെയിനിങ്ങും കൊടുക്കണം അല്ലെ. And it's very necessary for the staff to know about and get trained in using the hospital disaster emergency manual. ആ ഒരു ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ മാനുവൽ അല്ലെങ്കിൽ ആ ഒരു എമർജൻസി മാനുവല് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് കൃത്യമായിട്ട് സ്റ്റാഫുകൾക്ക് ഓരോ കാര്യത്തെ കുറിച്ചുമുള്ള അറിവുകൾ നൽകണം. അവർക്ക് അതിനനുസരിച്ചുള്ള പരിശീലനങ്ങളും നൽകേണ്ടത് വളരെ അനിവാര്യമാണ്. റെഗുലർ സ്റ്റാഫ് ട്രെയിനിങ് ബൈ ആപ്റ്റ് ഡ്രിൽസ് ഷുഡ് ബി പെർഫോംഡ് ഇൻ ദിസ് ഫേസ്. ഈ ഒരു ഘട്ടത്തില് പതിവായിട്ട് നമ്മൾ സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യുന്നു, ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നു. എന്ത് രൂപേണയാ? മോക്ക് ഡ്രിൽസിന്റെ രൂപേണ. അപ്പൊ നമുക്ക് ഒരു സിറ്റുവേഷൻ കൊടുക്കും, ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള മോക്ക് ഡ്രിൽസ് കൊടുക്കും. അതിലൂടെയാണ് അവർക്ക് റെഗുലർ ആയിട്ടുള്ള പരിശീലനങ്ങൾ നൽകുന്നത്. Once the disaster plan gets ready, the next stage would be the education and training of the staff of the hospital about the plan and specific roles of each staff members in the event of a disaster. അതായത് ഇപ്പൊ ഒരു പ്രാവശ്യം ഒരു ഡിസാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി ഒരു മാനുവൽ സെറ്റ് ആയി റെഡി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ മാനുവൽ ഉപയോഗിച്ച് ഓരോ ദുരന്തങ്ങളെയും എങ്ങനെ നേരിടണമെന്ന് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനങ്ങളും എഡ്യൂക്കേഷൻസും കൊടുക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവർക്ക് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടുള്ള ആ ഒരു പ്ലാൻ പ്രകാരം ഇവർ കൃത്യമായ പരിശീലനങ്ങൾ കൊടുക്കും, എഡ്യൂക്കേഷൻസ് കൊടുക്കും. അതുപോലെ തന്നെ ഒരു ഡിസാസ്റ്റർ വന്നാൽ ഇവർ ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള സ്പെസിഫിക് ഡ്യൂട്ടീസ് ഉണ്ടാവും അല്ലെ. ഒരു ഹോസ്പിറ്റൽ ആകുമ്പോൾ ഓരോരുത്തരും പ്രത്യേകമായിട്ടുള്ള ഡ്യൂട്ടീസ് ചെയ്യേണ്ടതായിട്ട് വരും ഇല്ലേ. ആ ഒരു ഡിസാസ്റ്റർ വരുമ്പോ ഇവരെന്തൊക്കെ സ്പെസിഫിക് റോൾസ് ആണ് ആ ഓരോ സിറ്റുവേഷനിലും ചെയ്യേണ്ടത്, അത് കൃത്യമായിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നതാണ് ഈ ഒരു ഫേസിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു ഡിസാസ്റ്റർ വന്നാൽ അവര് ചെയ്യേണ്ട ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ് ചോദിച്ചത്? ഇവിടെ മിസ് മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ചാപ്റ്ററിലാണോ സഫീറ ചോദിക്കുന്നേ? മെഡിക്കൽ റെക്കോർഡ്സിന്റെ ചാപ്റ്ററിലാണോ? ഓക്കെ മിസ് അടുത്ത ദിവസം വരുമ്പോ പറഞ്ഞാൽ മതി കേട്ടോ. ഡൗട്ട് ഉണ്ട് ഏതാണ് മിസ് നെക്സ്റ്റ് നോട്ട്സ് എടുത്തിടാം കേട്ടോ. അപ്പൊ എന്നിട്ട് പറഞ്ഞു തരാം എന്തിനെ കുറിച്ചാണ് ഡൗട്ട് ഉള്ളത്. കത്തിടപാടുകളെ കുറിച്ച്. ഓക്കെ മിസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ സഫീറയ്ക്കും ഇത് തന്നെയാണോ, സൗമ്യയ്ക്കും ഇത് തന്നെയാണോ? ഓക്കെ മിസ് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ നോട്ട്സ് എടുത്തിട്ടാ കേട്ടോ. എന്നപ്പോ മിസ്സിനെ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. ക്ലാസ് തുടക്കം മിസ് എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് അത് എടുത്തിട്ട് പറയുന്നതായിരിക്കും. ആ ഒരു നോട്ട്സും കൂടി ഉണ്ടെങ്കിൽ അല്ലേ കുറച്ചുകൂടി. ഇപ്പൊ നമുക്ക് ഓൾറെഡി സമയം കഴിയാറായല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഓക്കെ ഇതിന് മിസ് ജസ്റ്റ് അതൊന്ന് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കിയേ
ഹെൽത്ത് സ്റ്റാഫ് എന്താണ് ഓരോരുത്തരും ചെയ്യേണ്ടതായിട്ടുള്ള സ്പെസിഫിക് റോൾസ് എന്ത് ചെയ്യുന്നു, അവർ സ്റ്റാഫ് മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ട് ആ സ്റ്റാഫ് മെമ്പേഴ്സിന് ആ റോൾസ് എന്താണോ അവർ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു, അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻസ് കൊടുക്കുന്നു, ട്രെയിനിങ്ങുകളും കൊടുക്കുന്നു. Then most of the existing categories of health staff are needed to play a major role in the disaster management. അതുപോലെ തന്നെ ഹെൽത്ത് സ്റ്റാഫുകൾ most of the existing categories of health staff are needed to play a major role in the disaster management എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യണമെങ്കിൽ, ഒരു ഡിസാസ്റ്റർ വന്നു കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ ആ നിലവിലെ ഈ പറയുന്ന ഹെൽത്ത് സ്റ്റാഫുകളുടെ ഒരു ആവശ്യകത, അല്ലെങ്കിൽ അവർ ഒരുപാട് റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഒരു ഡിസാസ്റ്റർ വന്നു ഒരുപാട് ആളുകൾ ആ ഹോസ്പിറ്റലിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഈ ഹെൽത്ത് സ്റ്റാഫുകളാണ് കൃത്യമായിട്ട് പെർഫോം ചെയ്യേണ്ടതും അവർക്കാണ് കൃത്യമായിട്ടുള്ള റോളുകൾ കൊടുത്തിട്ടുള്ളതും. Then a hypothetical disaster drill is used to perfect a hospital response to a particular emergency situation. ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു മോക്ക് ഡ്രിൽസ്, ഒരു ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട മോക്ക് ഡ്രിൽസ് എന്ന് പറയുന്നത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, is used to perfect a hospital response to a particular emergency situation. അപ്പൊ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ആ ഹോസ്പിറ്റൽ എങ്ങനെ കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഈ ഒരു സാങ്കല്പികമായിട്ടുള്ള ഈ ഡിസാസ്റ്റർ ഡ്രില്ലുകൾ അല്ലെങ്കിൽ മോക്ക് ഡ്രിൽസിലൂടെ സാധിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാ അല്ലെ, ഒരു മോക്ക് ഡ്രിൽസ് കൊടുക്കുന്ന ഒരു ഡിസാസ്റ്റർ വന്നു, ആ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്നു, ഒരു സാങ്കല്പികമായിട്ടൊരു മോക്ക് ഡ്രിൽ ചെയ്യാണ് അവര്. ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ ജീവനക്കാര് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യേണ്ട റോൾസ് കൃത്യമായിട്ട് ചെയ്ത് നോക്കുന്നു. അപ്പൊ ആ കൃത്യമായിട്ടൊരു ട്രെയിനിങ് കിട്ടാണ്, അവർ ചെയ്തുള്ള പരിശീലനങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വന്നാൽ അവർക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ടുള്ളൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു അവസരമാണ് ഈ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡിസാസ്റ്റർ ഡ്രിൽ അല്ലെങ്കിൽ സാങ്കല്പികമായിട്ടുള്ള disaster delivery നൽകുന്നത്. Then an effective disaster drill has to be realistic, interactive and moderately stressful for the participants. ഒരു എഫക്റ്റീവ് ആയിട്ട് ഒരു കാര്യക്ഷമമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ഡ്രിൽ ആണെങ്കിൽ അത് യാഥാർത്ഥ്യം പോലെയായിരിക്കും, ശരിക്കും ഒറിജിനൽ ആയിട്ട് നമുക്ക് തോന്നും. അതുപോലെ ഇന്ററാക്റ്റീവ് ആയിരിക്കും, ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്താൻ പറ്റും. അപ്പൊ ഇവരുടെ ഓരോരുത്തരുടെ റോൾ അവർക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ആൻഡ് മോഡറേറ്റ്ലി സ്ട്രെസ്ഫുൾ, ആ ഒരു അതിൽ പങ്കാളികളാവുന്നവർക്ക് കുറച്ച് സ്ട്രെസ്ഫുള്ളുമാണ് ഈ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസാസ്റ്റർ ഡ്രിൽ എന്ന് പറയുന്നത്. Then the objective of mock drill is to assess the emergency preparedness plan of the organization and scrutinize standard operating procedure so that the concerned person would perform their duties in an effective manner while keeping in cognizance of life and property. അതായത് ഒരു മോക്ക് ഡ്രില്ലിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം ആ ഒരു എമർജൻസി പ്രിപ്പയർനെസ് പ്ലാനുകൾ കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ടോ, ആ ഒരു ഡിസാസ്റ്ററിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള പ്ലാൻ ആണോ ഇവർ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം, വിലയിരുത്തണം അല്ലെ. അതല്ലാതെ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് അത് ശരിയാണെന്ന് നോക്കിയാൽ പറ്റില്ലല്ലോ. ഇവർ തയ്യാറാക്കിയിരിക്കുന്ന പ്രിപ്പയർ ആക്കിയിട്ടുള്ള പ്ലാനുകള് കൃത്യമാണോ എന്ന് വിലയിരുത്താനായിട്ട് നമുക്ക് ഈ ഒരു മോക്ക് ഡ്രിൽ ഉപയോഗിക്കാം. അതുപോലെ ആ ഒരു ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിനെ സൂക്ഷ്മ പരിശോധനകൾ നമുക്ക് നടത്താം. അതിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അപ്പൊ നമുക്ക് ആ പ്ലാനിൽ മാറ്റങ്ങൾ വരുത്താമല്ലോ. സോ ദാറ്റ് കൺസേൺ പേഴ്സൺ, അതുമായി ബന്ധപ്പെട്ട ആളുകള് അവരുടെ ഡ്യൂട്ടീസ് വളരെ കാര്യക്ഷമമായ രീതിയിൽ ചെയ്യുന്നുണ്ടോ, അതുപോലെ കീപ്പിംഗ് കോഗ്നിസൻസ് ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, അവരുടെ സ്വത്തുക്കളും അവരുടെ ജീവനും ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന ആളുകളുടെ ജീവനും സ്വത്തുക്കളും സംരക്ഷിക്കുന്ന രീതിയിൽ വളരെ കാര്യക്ഷമമായ രീതിയിൽ ഓരോരോ വ്യക്തികളും അവരുടെ ജോലികൾ കൃത്യമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു നല്ലൊരു മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യത്തിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു മോക്ക് ഡ്രില്ലും ചെയ്തത് വെറുതെ അല്ല, ആ ഒരു സ്ഥാപനത്തിൽ അവർ തയ്യാറാക്കിയിരിക്കുന്ന പ്ലാനുകൾ ഒക്കെയാണോ, അതുപോലെ തന്നെ അവർ ചെയ്യാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ എന്തെങ്കിലും സൂക്ഷ്മ പരിശോധനകൾ നടത്തുന്നു, മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. അവിടെയുള്ള ഓരോ ജീവനക്കാരും കൃത്യമായിട്ട് വളരെ കാര്യക്ഷമമായിട്ട് വളരെ പെർഫോം ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടിയാണ് ഈ പ്രധാനമായിട്ട് ഈ മോക്ക് ഡ്രില്ലുകൾ വെക്കുന്നത്. അപ്പൊ മോക്ക് ഡ്രില്ലിന്റെ ലക്ഷ്യങ്ങൾ ഇതൊക്കെയാണെന്നാണ് പറയുന്നത്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത്.
നെക്സ്റ്റ് ഡേ വരുമ്പോ ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിന്റെ ആ ഒരു ആദ്യത്തെ ഭാഗം ഒന്ന് വായിച്ചിട്ട് വരണം കേട്ടോ. അടുത്ത ദിവസം വരുമ്പോ നമുക്ക് അതൊന്നുകൂടി പറഞ്ഞിട്ട് നെക്സ്റ്റ് ഭാഗത്തേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് ഡേ വരുമ്പോ മിസ്സിനൊന്ന് ഓർമ്മിച്ചേക്കണേ മെഡിക്കൽ റെക്കോർഡ്സിന്റെ കാര്യം കേട്ടോ. താങ്ക് യു.